സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. മിനിഞ്ഞാന്ന് ഇസ്രായേൽ നടത്തിയ ഖത്തർ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള UN സെക്യൂരിറ്റി കൗൺസിലിന്റെ യുനാനിമസ് പ്രമേയമാണ് ഇന്ന് മിക്കവാറും എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്തയായി വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ US സെക്യൂരിറ്റി കൗൺസിലിൽ ഇത്തരം പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് വരുമ്പോൾ US അത് വീറ്റോ ചെയ്യുകയാണ് പതിവ്. നമുക്കറിയാവുന്നതുപോലെ UN സെക്യൂരിറ്റി കൗൺസിൽ മൊത്തം 15 മെമ്പേഴ്സാണുള്ളത്. അതിൽ 5 പേര് പെർമനന്റ് മെമ്പേഴ്സാണ്. അപ്പോൾ 5 പെർമനന്റ് മെമ്പേഴ്സിനും വീറ്റോ പവറുള്ള രാജ്യങ്ങളാണ്. അപ്പം അത് ആ 5 മെമ്പേഴ്സിൽ സാധാരണഗതിയിൽ ഇസ്രായേലിനെതിരായി ഏത് തരത്തിലുള്ള പ്രമേയം വന്നാലും അപ്പം തന്നെ അത് അമേരിക്ക വീറ്റോ ചെയ്യും. നമുക്കറിയുന്നത് പോലെ അമേരിക്കയും റഷ്യയും ചൈനയും ബ്രിട്ടനും ഫ്രാൻസുമാണ് ഇതിനകത്ത് പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ളവർ. അവർക്ക് 5 നേഷൻസിനും വീറ്റോ പവറുണ്ട്. പുതിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേൽ അനുകൂലമായിട്ട് വീറ്റോ പവർ പ്രയോഗിക്കാറില്ല. അമേരിക്കയാണ് എപ്പോഴും വീറ്റോ പവർ പ്രയോഗിക്കാറ്. ബാക്കിയുള്ള 10 മെമ്പേഴ്സ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളാണ്. കോങ്കോ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അങ്ങനത്തെ രാജ്യങ്ങളൊക്കെയാണ് ഈ ബാക്കിയുള്ള 10 മെമ്പേഴ്സിൽ നോൺ പെർമനന്റ് ആയിട്ടുള്ള മെമ്പേഴ്സിനകത്ത് വരുന്നത്. നമ്മളും ചില കാലങ്ങളിൽ ഇന്ത്യയും UN സെക്യൂരിറ്റി കൗൺസിലെ മെമ്പർ ആയിരുന്നിട്ടുണ്ട്. പക്ഷേ ഈ 15 മെമ്പേഴ്സ് മാത്രമല്ല, ഡിസ്കഷൻ വരുന്ന സമയത്ത് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസ് അവിടെ ഉണ്ടാവാറുണ്ട്. ഇന്നലെ ഇസ്രായേലിന്റെ എൻവോയും UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡിസ്കഷനിലുണ്ടായിരുന്നു. അവർക്ക് അവിടെ വോട്ടവകാശമൊന്നുമില്ല. അപ്പം വേറെ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്കഷനിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പം ഇതിൽ ഇന്നലെ നടന്ന ഡിസ്കഷനിൽ സാധാരണഗതിയിൽ US വീറ്റോ ചെയ്യുന്ന ഈ ഒരു സംഗതി, അതായത് ഇസ്രായേലിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ അപലപിക്കുന്ന പ്രമേയങ്ങൾ സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കി എടുക്കാൻ സാധിക്കാറില്ല. കാരണം US അത് വീറ്റോ ചെയ്യും. ഇന്നലെ US അത് വീറ്റോ ചെയ്തിട്ടില്ല. അതിന്റെ റീസൺ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഖത്തർ എന്ന് പറയുന്നത് US ഒരു പാർട്ട്ണറാണ്. ഇപ്പൊ പലപ്പോഴും പത്രങ്ങൾ അലൈ എന്ന് എഴുതും. അലൈയും പാർട്ട്ണറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇറ്റ്സ് നോട്ട് എൻ അലൈ. അലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റോ സഖ്യം അല്ലെങ്കിൽ ഇസ്രായേലൊക്കെയാണ് US അലൈസ് എന്ന് പറയുന്നത്. ആ രാജ്യങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ അവിടെ ഇടപെടാൻ ബാധ്യസ്ഥമാണ്. ഇസ്രായേൽ അതിൽ ഇടപെട്ടിരിക്കും. അതാണ് അലൈസ് എന്ന് പറയുന്നത്. ഇത് പാർട്ട്നേഴ്സാണ്. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്താൽ സഹായിക്കും. സുഹൃത്തുക്കളാണ്, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, വരും, സഹായിക്കും. അപ്പൊ ഇവിടെ പാർട്ട്ണർ ഫോർ കൺവീനിയൻസ് എന്നാണ് ഞാൻ മിനിഞ്ഞാന്ന് ഈ വിഷയം ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു അമേരിക്കൻ മിലിറ്ററി ജനറലിന്റെ ഒരു റൈറ്റപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ റൈറ്റപ്പിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ദിസ് ഖത്തർ ഈസ് എ പാർട്ട്ണർ ഫോർ കൺവീനിയൻസ്. നേരെ തിരിച്ച് ഖത്തറിനെ സംബന്ധിച്ചും US ഈസ് എ പാർട്ട്ണർ ഫോർ കൺവീനിയൻസ് എന്നുള്ള നിലയ്ക്കാണ് ഉള്ളത്, നോട്ട് അലൈസ്. പക്ഷേ US ഈ ഖത്തറുമായിട്ടുള്ള റിലേഷൻസിനെ വളരെ പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നത് കൊണ്ട് ഖത്തറിന്റെ പുറത്തുള്ള മുഖം അതിനെ കേടുവരാതെ സൂക്ഷിക്കേണ്ടതുകൊണ്ട് US ഈ പ്രമേയത്തെ അനുകൂലിച്ചു. അതേസമയം തന്നെ ഇസ്രായേലിനോടുള്ള അവരുടെ താല്പര്യവും ഇസ്രായേലിന്റെ കോസും അവർ സെക്യൂരിറ്റി കൗൺസിൽ എടുത്തു പറയുകയും ചെയ്തു. ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഏത് തരത്തിലാണെങ്കിലും ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടതാണ് എന്നുള്ള അർത്ഥസംഖ്യക്കിടയില്ലാത്ത US അഭിപ്രായം ഇന്നലെ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞതിന് ശേഷമാണ് ഇവര് ഈ ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഈ ആക്രമണത്തെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു വെച്ചത്. അങ്ങനെ അത് 15 യുനാനിമസ് ആയിട്ട് അങ്ങനെ ഒരു പ്രമേയം പാസ്സായിട്ടുണ്ട്. കൂടാതെ നാളെ ഈ ദിവസങ്ങളിൽ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ് LAS എന്ന് പറയുന്ന, നമ്മൾ മലയാളത്തിൽ അറബ് ഉച്ചകോടി എന്ന് പറയും, 22 അറബ് രാജ്യങ്ങളുടെ മീറ്റിംഗ് ഖത്തറിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അതും ഈ 2 ദിവസത്തേക്കുണ്ട്. അതും ഈ ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണവുമായി ബന്ധപ്പെട്ട് അറബ് നേഷൻസ് നടത്തുന്ന ഒരു പെട്ടെന്ന് വിളിച്ചു കൂട്ടിയിട്ടുള്ള അറബ് ഉച്ചകോടിയാണ്. അപ്പൊ അവിടെയും ഡിസ്കസ് ചെയ്യപ്പെടുന്ന വിഷയം ഇത് ആത്യന്തികമായിട്ട് ഇതിനകത്ത് വരുന്നത് ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തതിനെ അപലപിക്കുന്ന ഒരു പ്രമേയമാണ് അവിടെയും പാസ്സാക്കപ്പെടുക എന്ന് നമുക്ക് വിചാരിക്കാം. കൂടാതെ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഖത്തറും ഇസ്രായേലും യൂറോപ്പ് വിസിറ്റ് ചെയ്യാനായിട്ട് പുറപ്പെടുന്നുണ്ട്. അദ്ദേഹം ആദ്യം വിസിറ്റ് ചെയ്യുന്നത് ഖത്തറാണ്. അപ്പൊ ഖത്തറിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടി മാർക്കോ റൂബിയോ ആദ്യം ഖത്തർ വിസിറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ അദ്ദേഹം ഇസ്രായേലിലേക്ക് പോകുന്നുള്ളൂ. അപ്പം ഖത്തറിന്റെ സെന്റിമെന്റ്സ് പരിഗണിച്ചുകൊണ്ട് അവർ ആദ്യം ഖത്തറിൽ വരുന്നു. ഖത്തറിനെ അതിന്റെ മുഴുവൻ പ്രാധാന്യത്തോടെയും പരിഗണിച്ചതായി ബോധ്യപ്പെടുത്തിയ ശേഷം ഇസ്രായേലിൽ പോകുന്നു. അദ്ദേഹം അവിടെ ഇസ്രായേലിൽ എടുത്തു പറയത്തക്ക രീതി അദ്ദേഹം ഈസ്റ്റ് ജെറുസലേം സന്ദർശിക്കുന്നുണ്ട്. ഈസ്റ്റ് ജെറുസലേം എന്നുള്ളത് ഒരു സിംബലാണ്. രൂപപ്പെടും എന്ന് പറയുന്ന പാലസ്തീന രാജ്യത്തിന്റെ തലസ്ഥാനമായി പാലസ്തീനികൾ വയ്ക്കുന്ന
സ്ഥലമാണ് ഈസ്റ്റ് ജെറുസലേം. പക്ഷേ ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ജെറുസലേമും അടങ്ങുന്ന എൻ്റയർ ജെറുസലേം ക്യാപിറ്റലായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ പ്രഖ്യാപനത്തെ അമേരിക്ക അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ ആ അംഗീകാരത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന, ഉറപ്പിക്കുന്ന, ഒന്നുകൂടി പബ്ലിക്കിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന ഒരു സന്ദർശനമാണ് ഈസ്റ്റ് ജെറുസലേമിൽ മാർക്കോ റൂബിയോ നടത്താൻ പോകുന്ന സന്ദർശനം എന്ന് ഓർക്കണം. കൂടാതെ ഇന്നലെ നെതന്യാഹു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരുന്നു, പാലസ്റ്റീൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഈ ഭൂപടത്തിനകത്ത് കിടക്കുന്ന വെസ്റ്റ് ബാങ്കും ഗാസയും അടങ്ങുന്ന സ്ഥലങ്ങൾ ഇസ്രായേൽ രാജ്യത്തിന്റെ ഭാഗമാണ്. പാലസ്റ്റീൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇസ്രായേലിന്റെ അതിർത്തികൾക്കുള്ളിൽ, അവരുടെ ഇസ്രായേലിന്റെ അതിർത്തി അവർ വരയ്ക്കുന്നത് വെസ്റ്റ് ബാങ്കും ഗാസയൊക്കെ ചേർത്തുകൊണ്ടാണ്. അതിർത്തികൾക്കുള്ളിൽ പാലസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞു വെച്ചത്. അപ്പൊ അതിനെ കൂടി എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലാണ് മാർക്കോ റൂബിയോയുടെ ഈ സന്ദർശനം എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഇവര് UN സെക്യൂരിറ്റി കൗൺസിലൊക്കെ ഒരു കാര്യം പറയും, പക്ഷേ ആക്ച്വൽ പ്രവൃത്തിയിൽ ഈ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കണം. ദെൻ ഇന്നലെ അവിടെ UN സെക്യൂരിറ്റി കൗൺസിൽ കണ്ട ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ പാകിസ്ഥാൻ ഇസ്രായേലിനെ റോഗ് നേഷൻ എന്ന് വിളിച്ചു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ UN സെക്യൂരിറ്റി കൗൺസിലൊന്നും ഇത്തരം വാക്കുകൾ ഒരു രാജ്യവും വേറെ രാജ്യത്തിനെതിരെ ഉപയോഗിക്കില്ല. വളരെ ഹീറ്റഡ് ആയ ഡിസ്കഷൻസ് വരും. അവരുടെ ഓരോരുത്തരും അവരുടെ പോസ്റ്റ് വളരെ വികാരപരമായിട്ട് തന്നെ അവതരിപ്പിക്കും. പക്ഷെ ഒരിക്കൽ പോലും ഒരു രാജ്യത്തെ റോഗ് സ്റ്റേറ്റ്, തെമ്മാടി രാജ്യം എന്ന് വിളിക്കുകയോ സിറ്റ് ഡൗൺ ദർ എന്ന് പറയുകയോ അത്തരം നമ്മുടെ പാർലമെന്റിലോ കാണിക്കുന്ന ഷോ ഒന്നും UN പോയിട്ട് കാണിക്കില്ല. ഇന്നലെ പാക്കിന്റെ പ്രതിനിധി ഇസ്രായേൽ പ്രതിനിധിയോട് പറഞ്ഞത്, അദ്ദേഹം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇസ്രായേൽ ഇപ്പോഴത്തെ സെക്യൂരിറ്റി കൗൺസിൽ മെമ്പർ അല്ല, പക്ഷേ ഇന്നലത്തെ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ആ മീറ്റിംഗിൽ ഈ ഇസ്രായേലിന്റെ എൻവോയ് സംസാരിച്ച സമയത്ത് പാക് പ്രതിനിധി പറഞ്ഞു, യു സിറ്റ് ഡൗൺ, ഇസ്രായേൽ ഇസ് എ റോഗ് നേഷൻ, നീ അവിടെ ഇരിയടാ, ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണ് എന്ന് ഇസ്രായേലിന്റെ പ്രതിനിധിയോട് പറയുകയുണ്ടായി. അപ്പൊ ഇത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേൽ പ്രതിനിധി അവരുടെ രാജ്യത്തിന്റെ ഈ ഹമാസ് എന്ന് പറയുന്ന ഈ സാധനം അവരുടെ രാജ്യത്തിന് ഏൽപ്പിക്കുന്ന പരിക്കുകൾ വിശദീകരിക്കുകയും ഇതിന് നേതാക്കന്മാരെ ഖത്തറിൽ പോയി രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കുകയും അതേസമയം സാധാരണ അറബികളെ അല്ലെങ്കിൽ സാധാരണ പാലസ്തീനികളെ പൊട്ടന്മാരാക്കി ചാവാൻ വിടുകയും ചെയ്യുന്ന ആ ഒരു പാരഡോക്സ് അദ്ദേഹം വളരെ വിശദമായി വരച്ചു കാണിച്ചതിന് ശേഷം ഇങ്ങനെ സ്വന്തം രാജ്യത്ത് വന്ന് ഭീകരപ്രവർത്തനം നടത്തിയിട്ട് പോകുന്ന ഭീകരന്മാരെ മറ്റു രാജ്യങ്ങളിൽ പോയി നേരിടുന്നത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ കാര്യമല്ല. ഇത് പാകിസ്ഥാനിൽ പണ്ട് സംഭവിച്ചിട്ടുണ്ട്. ബിൻ ലാദൻ പാകിസ്ഥാനിൽ പോയി ഒളിച്ച സമയത്ത് അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പാകിസ്ഥാന്റെ പ്രതിനിധി ചാടി എഴുന്നേറ്റ് ഇദ്ദേഹത്തോട് യു സിറ്റ് ഡൗൺ, ഇസ്രായേൽ ഇസ് എ റോഗ് നേഷൻ എന്ന് ഷൗട്ട് ചെയ്തത്. അത് കുറെ സമയത്തേക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. എന്തായാലും ഇസ്രായേൽ പ്രതിനിധി അന്തസ്സ് വിട്ടുള്ള വർത്തമാനങ്ങൾ അവരവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സെക്യൂരിറ്റി കൗൺസിലൊക്കെ ഉള്ള പാകിസ്ഥാന്റെ പ്രകടനം കണ്ടാൽ അവര് വാസ്തവത്തിൽ ലോകത്തുള്ള ഏറ്റവും വലിയ റോഗ് നേഷൻസിൽ ഒരെണ്ണം പാകിസ്ഥാനാണ്, വേറൊന്ന് ഇറാനാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ അവരുടെ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിലേക്ക് ഭീകരന്മാരെ പറഞ്ഞു വിടുന്ന രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാനാണ് അവിടെ പോയിട്ട് ഇസ്രായേലിനെ റോഗ് നേഷൻ എന്ന് വിളിക്കുന്നത്. 1948-ലും 65-ലും 71-ലും നമ്മളോട് യുദ്ധം ചെയ്ത രാജ്യമാണ് അവിടെ പോയിട്ട് റോഗ് നേഷൻസ് എന്ന് പറയുന്നത്. 65-ലോ 71-ലോ ഒഴികെ ബാക്കി എല്ലാ പ്രാവശ്യവും പാകിസ്ഥാനാണ് യുദ്ധം തുടങ്ങിയത്. 70-ലെ യുദ്ധം നമ്മൾ തുടങ്ങിയതല്ല. പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോൾ അടി വരുന്നതിന് മുൻപ് നമ്മൾ തിരിച്ചടിച്ചതാണ്. എല്ലാ പ്രാവശ്യവും യുദ്ധം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനാണ് മറ്റു രാജ്യങ്ങളെ റോഗ് നേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിരന്തരമായി ഭീകരപ്രവർത്തനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഭീകരവാദങ്ങൾക്കും വിളനിലമായിട്ടുള്ള പാകിസ്ഥാൻ ഇസ്രായേലിനെ വിളിക്കുന്നു റോഗ് നേഷൻ. അപ്പൊ അങ്ങനത്തെ തമാശകളൊക്കെ ഇന്നലെ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗിൽ അരങ്ങേറിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഇന്നലെ പറഞ്ഞ ആ സ്റ്റോറി അത് അങ്ങനെ തന്നെ പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. ഇതൊരു പ്ലാൻഡ് പരിപാടിയായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് പ്ലാൻഡ് ബിറ്റ്വീൻ US, ഖത്തർ ആൻഡ് ഇസ്രായേൽ എന്നുള്ള ആ ഒരു ഇതിനെല്ലാം മറപിടിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോഴും ഇന്നലെ US-ഉം ഖത്തറും ഈ സെക്യൂരിറ്റി കൗൺസിൽ വളരെ മയമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഖത്തർ തീരെ വികാരപരമായിട്ട് സംസാരിച്ചു. ഖത്തർ വളരെ മൈൽഡായിട്ടാണ് സംസാരിച്ചത്. ഖത്തർ പറഞ്ഞത് ഇസ്രായേലിന്റെ ആക്രമണം ശരിയായില്ല, അത് പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമാണ്, ആക്രമണ വാസനയെ സൂചിപ്പിക്കുന്നു. പക്ഷെ ഞങ്ങളിത് പരിഗണിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഗാസ റീജിയനിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനങ്ങളും തുടരും. ഞങ്ങൾ മീഡിയേറ്റർഷിപ്പ് തുടരും. പാലസ്തീനികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നേടിക്കൊടുക്കും എന്നുള്ള വളരെ മയമുള്ള സമീപനമാണ് സ്വീകരിച്ചത്. ഇത് നിശ്ചയമായും ഇത് ഇസ്രായേലിനോടോ അമേരിക്കയോടോ UN സെക്യൂരിറ്റി കൗൺസിലിനോടോ അല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് അവരുടെ രാജ്യത്തെ പൗരന്മാരോടാണ്. അവരുടെ രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള അറബികൾ ഈ പാലസ്തീനിയൻ കോസ്റ്റിൽ അങ്ങേയറ്റം മറിയിടാണെന്നറിയാം. അതായത് ഈ മതം പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു സാഹോദര്യം, മതത്തിലുള്ളവരെ സഹോദരരായി കരുതണം, മതത്തിലുള്ളവരെ മാത്രം സഹോദരരായി കരുതണം, ബാക്കി എല്ലാവരെയും ശത്രുക്കളായി കരുതണം എന്നുള്ള പാഠം ലഭിച്ച പൗരന്മാരുടെ രാജ്യമാണ് അറബ് രാജ്യങ്ങളൊക്കെ.
നേരെ മറിച്ച് ഈ രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്ന രാജകുടുംബങ്ങൾ, ഇതൊക്കെ രാജഭരണമാണ്. ഈ രാജഭരണത്തിലുള്ള രാജാക്കന്മാരെല്ലാവരും തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു പഠിക്കുകയും ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാലസ്തീനിലെ ഹമാസിന്റെ ഭ്രാന്ത് കേട്ട് എടുത്തു ചാടുന്ന പാലസ്തീൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഉള്ള ആളുകളാണ് ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ, പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ മാറൻ എങ്ങനെയും ഒഴിഞ്ഞു പോകണേ ഉള്ളൂ. പക്ഷെ അവർക്കത് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാട്ടിലെ ജനം ഇന്നലെ ബർമയിൽ ചെറുപ്പക്കാർ ഇളകിയതുപോലെ ഇളകി രാജകുടുംബത്തിന് നേരെ വരും. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ പുറമെ അവരെപ്പോഴും ഈ പാലസ്തീനികളോടുള്ള സ്നേഹം ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ അത് ചെയ്യാം, ഇത് ചെയ്യാം, ഇവർക്ക് ഭക്ഷണം കൊടുക്കാം, എന്നിട്ട് ഉള്ളി പറയും പണ്ടാരങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി, അതിനുവേണ്ട എല്ലാം സൗകര്യം ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെയാണ് ഇന്നലത്തെ സെക്യൂരിറ്റി കൗൺസിലിലെ ഡിസ്കഷനൊക്കെ നമുക്കാണ്. പാകിസ്ഥാൻ മാത്രമാണ് വികാരപരമായിട്ട് ഇതിനോട് ഒരു അപ്രോച്ച് സ്വീകരിച്ചത്. എല്ലാ അറബ് രാജ്യങ്ങളും ചുരുക്കം രാജ്യങ്ങൾ ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ മെമ്പേഴ്സാണ്. അവരൊക്കെയും വളരെ മൈൽഡ് ആയിട്ടുള്ള വോയിസും ലോ പ്രൊഫൈലുമാണ് സ്വീകരിച്ചത്. ഒരു സാധാരണ പ്രമേയം പാസ്സാക്കുന്നതിന് അപ്പുറത്തേക്കുള്ള യാതൊരു ആവേശവും ഇന്നലെ ഇതിനകത്ത് കണ്ടില്ല. അതുപോലെ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളിൽ വരുന്ന ഒന്ന് മൊസാദ് ഈ ആക്രമണത്തെ എതിർത്തു എന്നുള്ളതാണ്. അപ്പം മൊസാദ് ഈ ആക്രമണത്തെ എതിർക്കുകയും അതുകൊണ്ടാണ് ഷിൻബെറ്റ് എന്ന് പറയുന്ന ഇന്റേണൽ സെക്യൂരിറ്റി നോക്കുന്ന സെക്യൂരിറ്റി വിഭാഗത്തിന് ഇത് നടത്തേണ്ടി വരികയും ചെയ്തതെന്നുള്ള ഒരു ആർട്ടിക്കിള് വാൾസ്ട്രീറ്റ് ജേർണലിൽ വന്നിട്ടുണ്ട്. ഇന്നലെ വാൾസ്ട്രീറ്റ് ജേർണൽ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ കൺവീനൻസിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചത്. അതേ പത്രത്തിൽ തന്നെ മൊസാദ് ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു എന്നുള്ള ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. വാഷിംഗ്ടൺ പോസ്റ്റിലും ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ അവർ പറയുന്ന സ്റ്റോറി മൊസാദിന്റെ തലപ്പത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഖത്തറിന്റെ സെക്യൂരിറ്റി ഏജൻസികളുമായി അവർക്ക് സ്ട്രോങ് ടൈപ്പ് ഉണ്ട്. അപ്പം ഖത്തറിൽ ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഖത്തറിൽ മാത്രമല്ല എല്ലാ അറബ് നേഷനിലുമുള്ള സെക്യൂരിറ്റി ഏജൻസികളുടെ സഹായം മൊസാദിന് നഷ്ടപ്പെടും. അതുകൊണ്ട് കാരണം ഈ സെക്യൂരിറ്റി ഏജൻസികളെ അവിടെ അതാത് രാജ്യങ്ങളിലെ സെക്യൂരിറ്റി ഏജൻസികൾ തന്നെയാണ് മൊസാദിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളുടെ സോഴ്സ്. അപ്പൊ അവരെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി ഈ ഖത്തറിലെ ഇത്തരം ഒരു ആക്രമണം ഈ സമയത്ത് നടത്തരുത് എന്നായിരുന്നു മൊസാദിന്റെ അഭിപ്രായം എന്നാണ് ഈ ലേഖനങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് പിന്നീട് ഒരു സമയത്ത് ഒരു വർഷം കൊണ്ട് അല്ലെ 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് ഞങ്ങൾ ഇവരുടെ നേതാക്കന്മാരെയൊക്കെ ഒന്നൊന്നായിട്ട് ഞങ്ങൾ കൊന്നു തീർത്തോളാം. കാരണം വിദേശ രാജ്യങ്ങളിൽ ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുന്നത് മൊസാദാണ്. അവർ ആകാശത്ത് ബോംബിടുകയല്ല ചെയ്യുക, ഭൂമിയിൽ നിന്ന് ചെയ്യുക. അപ്പൊ മൊസാദാണ് ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളതെങ്കിൽ ഇന്നലെയും അത് മണ്ണിൽ നിന്നുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും. ആകാശത്തുള്ള മിസൈൽ വിടുന്ന പരിപാടി ആയിരിക്കില്ല, അവർ മണ്ണിൽ നിന്നായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുക. കൃത്യമായിട്ട് അവർ ആളുകളെ കിട്ടിയിരിക്കും. അപ്പൊ ഇത് ആകാശത്ത് നിന്ന് നടത്തിയ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ച ആളുകളെ കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അപ്പൊ മൊസാദ് നിസ്സഹകരിച്ചത് കൊണ്ടാണ് ഇത്തരം ഒരു കാര്യം ഉണ്ടായത് എന്നാണ് ആ ലേഖനങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഷിൻബെറ്റ് എന്ന് പറയുന്ന ഇന്റേണൽ സെക്യൂരിറ്റി ഏജൻസി ശരിക്കും അവരുടെ രാജ്യത്തിനുള്ളിലും ഈ പറയുന്ന പാലസ്തീൻ റീജിയനുകളിലും അതായത് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഓപ്പറേറ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏജൻസിയാണ്. ആ ഏജൻസി വിദേശ രാജ്യങ്ങളിലെ ഓപ്പറേഷൻസ് നടത്താറില്ല. ഖത്തർ ഒരു വിദേശ രാജ്യമാണ്. അപ്പൊ വിദേശ രാജ്യത്ത് ആ ഏജൻസി ഓപ്പറേഷൻ നടത്തേണ്ട സാഹചര്യം ഉണ്ടായത് ഈ മൊസാദ് ഇതിനോട് നിസ്സഹകരിച്ചതുകൊണ്ടാണ് എന്നൊരു ആർട്ടിക്കിളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ഇതിനകത്തും ആ പറഞ്ഞ തിയറി വളരെ കറക്റ്റാണ്. എന്താണത്? അതായത് മൊസാദിനെ സംബന്ധിച്ച് ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും വേണം, സെക്യൂരിറ്റി ഏജൻസികളും വേണം. മൊസാദാണ് ഈ ഓപ്പറേഷൻ ചെയ്തതെങ്കിൽ ഈ സെക്യൂരിറ്റി ഏജൻസികളുടെ സഹകരണം നിശ്ചയമായും മൊസാദിന് കിട്ടില്ല. ഈ സെക്യൂരിറ്റി ഏജൻസിയിലൊക്കെ ഉള്ളത് സാധാരണ മുസ്ലിങ്ങളാണ്. അവരൊക്കെ തന്നെയും ഈ പറയുന്ന പാലസ്തീനികളുടെ ഉത്കർഷത്തിൽ താല്പര്യമുള്ളവരാണ്, നാശത്തിൽ താല്പര്യമുള്ളവരല്ല. ഈ പാലസ്തീനികളുടെ നാശത്തിൽ താല്പര്യമുള്ള രാജഭരണത്തിലിരിക്കുന്ന രാജകുടുംബാംഗങ്ങളാണ്. കാരണം ഭരിക്കുന്നവരെ സംബന്ധിച്ച് ഇത് നിരന്തരമായ ഒരു തലവേദനയാണ്, ഒഴിവാക്കിയെടുക്കണം. അപ്പം വീണ്ടും ആ തിയറിക്ക് ഒന്നും കൂടി ബലം കിട്ടുകയാണ്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് ന്യൂസ് ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം മൊസാദ് രാജ്യത്തോട് സഹകരിക്കാതെ നിൽക്കുന്ന പ്രശ്നമില്ല. അപ്പൊ മൊസാദ് സഹകരിച്ചില്ല എന്ന് ഈ പറയുന്ന സെക്യൂരിറ്റി ഏജൻസി ഉദ്യോഗസ്ഥന്മാരെ, അറബ് രാജ്യങ്ങളിലെ സെക്യൂരിറ്റി ഏജൻസി ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വീണ്ടും ഇസ്രായേൽ ലീക്ക് ചെയ്ത ഒരു ഫേക്ക് ന്യൂസ് ആയിരിക്കാനാണ് സാധ്യത എന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിശ്ചയമായും ഇത് ഖത്തറിന്റെയും അമേരിക്കയുടെയും അറിവോടെ ഇസ്രായേൽ നടത്തിയ ഒരു ഓപ്പറേഷൻ തന്നെയായിരിക്കാനാണ് സാധ്യത. കാരണം ഖത്തറിനായിക്കൊള്ളട്ടെ അറബ് രാജ്യങ്ങൾക്കായിക്കൊള്ളട്ടെ തലപ്പത്തിരിക്കുന്ന ഭരണകൂടത്തിന്റെ കാര്യം പറഞ്ഞത് സാധാരണ ജനത്തിന്റെ കാര്യമല്ല. ഈ മൊസാദ് ഈ ഹമാസ് തീർന്നു കിട്ടുക എന്നുള്ളത് അവരുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. കാരണം ഇത് അറബ് മേഖലയിലെ സ്ഥിരമായിട്ടുള്ള തലവേദനയും വഴക്കിന് കാരണവും അസമാധാനവുമാണ്. ഇവരുടെ എല്ലാ രാജ്യങ്ങളിലും ഇത് കാരണം ഉണ്ടാകുന്ന ഇൻസ്റ്റെബിലിറ്റിയുമുണ്ട്, തീവ്രവാദത്തിന്റെ വളർച്ചയുമുണ്ട്. ഓരോ ഭരണകൂടത്തിനും അതാത് രാജ്യങ്ങളിൽ വളരുന്ന തീവ്രവാദ സംഘടനകൾ അത് ആർക്കെതിരെയാണെങ്കിലും അത് വലിയ പ്രശ്നമാണ്. ഏറ്റവും നല്ല ഉദാഹരണം പാകിസ്ഥാനാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി അവർ വളർത്തിയെടുക്കുന്ന മുഴുവൻ തീവ്രവാദ സംഘടനകളും ഇന്ത്യക്ക് നേരെ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി ദ്രോഹം ആ രാജ്യത്തിന് തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.